ഹലോ ഗൈസ്, ഇന്നൊരു വാട്ടെ ഈറ്റിനിടെ കണ്ടാലോ. അപ്പോൾ ഇന്ന് മോർണിംഗിന് പുട്ടും അതുപോലെ തന്നെ ദോശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞാനും മോനും ദോശ കഴിക്കും. അങ്ങനെ പിന്നെ മുട്ട ചിക്കിയതും ഉണ്ടായിരുന്നു. ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. നൈബറിൻ്റെ ആണ്, പക്ഷേ കുറച്ച് ദൂരെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് വാട്ടെ ഈറ്റിനിടെ എടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. പിന്നെ സ്വീറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വാപ്പച്ചി വിളിച്ചുകൊണ്ട് പോയി. മോളെ, അവിടെ സദ്യയുടെ കൂടെ നല്ല അടിപൊളി പായസമുണ്ട്, മോള് വാ ഞാൻ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പായസവും കുടിച്ചു. വരുന്ന വഴിയിൽ എൻ്റെ കൂടെയുള്ള ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വീട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിച്ചു. കൂടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ സ്ലൈസ് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഈവനിങ് എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. അങ്ങനെ രാത്രി ഇതേ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ ബീഫായിരുന്നു. അപ്പോൾ ബീഫ് കറിയും ബീഫ് ഫ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡിന് പുട്ട് മതി, നീ ബീഫ് ഫ്രൈയും കറിയൊക്കെ ആയിട്ട് എനിക്കിന്ന് പുട്ട് മതി എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, പുള്ളിക്ക് പുട്ടുണ്ടാക്കി കൊടുത്തു. കാരണം പുട്ട് തിന്നാന്ന് വെച്ചാൽ അത്രയും വലുത് വേറും. അങ്ങനെ എൻ്റെ മനസ്സും മാറി. അപ്പോൾ എന്നാൽ ഒരു കഷ്ണം പുട്ട് ഞാനും കഴിച്ചേക്കാന്ന് ഓർത്ത്. അങ്ങനെ പിന്നെ പുട്ടും കറിയും ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ബീഫ് കഴിക്കാൻ തോന്നില്ല കേട്ടോ. മട്ടൻ ആണെങ്കിൽ പിന്നെയും കഴിക്കും, മട്ടൻ എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ബീഫ് അങ്ങനെയല്ല കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ എനിക്ക് മടുക്കാൻ തുടങ്ങും. എനിക്കും അതെ, മോനിക്കും അതെ, ബീഫ് വലിയ താല്പര്യമില്ല. അങ്ങനെ ഒരു സ്പ്രൈറ്റും വാങ്ങിക്കുടിച്ച് ഇന്നത്തെ ഡേ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.